गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गिरिराद्यां शिवलिंगार्य मध्यमां श्रीबोधानंद संसरन्दिं अस्मदाचार्य पर्यन्तां शिष्य संघान्वितां शुभां गुरुचैतन्य समन्वितां दिव्यां ज्ञानप्रवाहिनीं वन्दे तां चेतनां पुनः। ओम हंसाभ्यां परिवृत्तपत्रकमले दिव्ये जगत्कारणं विश्वोत्कीर्णमनेकदेहनिलयं स्वच्छन्दमानन्दगम् आद्यन्तैकमखण्डचिद्गणरसं पूर्णं ह्यनन्तं शुभं प्रत्यक्षाक्षरविग्रहं गुरुपदं ध्यायेत् विभुं शाश्वतम्। ओम श्रीनारायण परमगुरवे नमः। ओम श्री शारदांबाये नमः। ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ രചിച്ച ഗുരുപുഷ്പാഞ്ജലി അഷ്ടോത്തര ശതനാമാവലിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓം മനുഷ്യ വിഗ്രഹായ നമഃ എന്ന മന്ത്രത്തെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഈ മൂന്നാമത്തെ നാമം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഈ നാമത്തെ ചിന്തിക്കുന്ന വേളയിൽ നമ്മൾ പഠിച്ചു, വിശേഷമായി ഗ്രഹിക്കപ്പെടുന്ന ഒന്നിനെ വിഗ്രഹം എന്ന് പറയുന്നു. വിശേഷണ ഗൃഹ്യതേ ഇത് വിഗ്രഹ. ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ സ്വീകരിക്കുക, എടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതേപോലെ വെക്കുക എന്നൊരർത്ഥവും വേണമെങ്കിൽ നമുക്ക് കൽപ്പിക്കാൻ സാധിക്കും. എങ്കിലും മുഖ്യാർത്ഥമായിട്ട് സ്വീകരിക്കുക, എടുക്കുക എന്നെല്ലാം ഈ വാക്കിന് അർത്ഥമായിട്ട് മനസ്സിലാക്കാം. വിശേഷമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വിശേഷമായി സ്വീകരിക്കുക, വിശേഷമായി എടുക്കുക എന്നർത്ഥം. അവിടെ ഒരു നിർവചനത്തെ പഠിച്ചു. ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നിനെ പ്രതീകത്വേന ഇന്ദ്രിയഗ്രാഹ്യമാക്കുന്നതാണ് വിഗ്രഹം എന്ന് പറഞ്ഞു. ഏതൊരു ഈശ്വര സങ്കല്പവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് വിവിധ മതങ്ങൾ വിശ്വസിച്ചു പോരുന്ന ഈശ്വര സങ്കല്പങ്ങളുണ്ട്. ആ ഈശ്വര സങ്കല്പം പ്രായണ നോക്കിയാൽ ഇന്ദ്രിയ ഗ്രാഹ്യമല്ല. ഇന്ദ്രിയഗ്രാഹ്യമായ ഒരു ഈശ്വര സങ്കല്പത്തെക്കാൾ ഉപരി ഇന്ദ്രിയങ്ങൾക്കുപരിയായി നിൽക്കുന്ന സൂക്ഷ്മമായ ഒരു തത്വത്തെയാണ് പ്രായണ എല്ലാ മതങ്ങളും പാരമാർത്ഥിക ഈശ്വര സ്വരൂപമായിട്ട് മാനിക്കുന്നത്. അത് ഹൈന്ദവ മതവിശ്വാസികളുടെ ആകട്ടെ, ഇസ്ലാമിൻ്റെതാകട്ടെ, ക്രൈസ്തവരാകട്ടെ, ഇങ്ങനെ അറിയപ്പെടുന്ന എല്ലാ മതങ്ങളും തന്നെ നമുക്ക് കാണുവാനോ കേൾക്കുവാനോ അറിയുവാനോ കഴിയാത്ത, മീൻസ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയാത്ത ഒരു ഈശ്വര സങ്കല്പത്തെയാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു ഭക്തൻ എന്ന നിലക്ക് അവരവരുടെ ആരാധനകളെ, ശ്രദ്ധയെ ഭഗവാനിങ്കൽ സമർപ്പിക്കണമെങ്കിൽ ആ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായേ പറ്റും. പ്രത്യക്ഷമാകാത്ത ഒരു ഭഗവാനെ നമ്മൾ ക്രിയാ ആചാരങ്ങളിലൂടെ എങ്ങനെയാണ് ആരാധന സമർപ്പിക്കുന്നത് ഭഗവാനിൽ? അതുകൊണ്ട് ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ആ ഭഗവത് തത്വത്തെ നമ്മുടെ ശ്രദ്ധയും ആരാധനയും സമർപ്പിക്കാൻ വേണ്ടി ഇന്ദ്രിയ ഗ്രാഹ്യമായിരിക്കുന്ന ഒരു മൂർത്തഭാവത്തിലേക്ക് നാം കൽപ്പിക്കുകയാണ്. ഇത് ഭഗവാന്റെ പ്രതിനിധി തന്നെയാണ്. ഒരു ഭക്തൻ, ആ ഭക്തൻ തന്റെ ഭഗവാനെ ഒരു ശിവലിംഗത്തിൽ ആരാധിക്കുന്നു. ഈ ശിവലിംഗം എന്ന് പറയുന്നത് വിശ്വവ്യാപിയായി നിറഞ്ഞു നിൽക്കുന്ന ആ മഹാചൈതന്യം തന്നെയാണ് എന്ന ഉറച്ച നിശ്ചയത്തിൽ മുമ്പിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച്
ആ ശിവലിംഗത്തെ അഭിഷേകാദികൾ കൊണ്ട്, പൂജകൾ കൊണ്ട്, ദീപാരാധന കൊണ്ട്, ധൂപദീപ നൈവേദ്യങ്ങൾ കൊണ്ടൊക്കെ നിത്യവും പൂജിക്കുന്നു. നിത്യവും പൂജിക്കുന്ന വേളയിൽ ആ ഭക്തന് ഇങ്ങനെ ഒരിക്കലും തോന്നില്ല ഞാൻ ഒരു പ്രതീകത്തെയാണ് പൂജിക്കുന്നത് എന്ന് തോന്നില്ല. മറിച്ച് ഞാൻ ഈശ്വരനെ തന്നെയാണ് പൂജിക്കുന്നത് എന്ന ഭാവം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് ഈശ്വരന്റെ, ഭഗവാന്റെ പ്രതീകമാണ്, ഈശ്വരൻ വേറെയാണ് എന്ന ഒരു ഭാവവും ഒരു ഭക്തനും ഉണ്ടാകില്ല. അപ്പൊ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമ്മൾ പ്രതീകം എന്നൊക്കെ ഒരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. ആ പ്രതീകം ഈശ്വരൻ തന്നെയായി ആ ഭക്തന് പിന്നീട് അനുഭവപ്പെടും. ഈ രീതിയിൽ വിഗ്രഹവൽക്കരിക്കാതെ ഒരു സിദ്ധാന്തത്തിന്റെ അനുയായികൾക്കും ആ സിദ്ധാന്തത്തിന്റെ, ആ പ്രത്യയശാസ്ത്രത്തിന്റെ പന്താവിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കും, നമ്മുടെ നാട്ടിൽ കാണുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ചില രാഷ്ട്രീയ പാർട്ടികൾ ഈശ്വര വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ട്, ചിലര് ഈശ്വര വിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല, നിഷേധിക്കുന്നു. പക്ഷെ ഈശ്വര വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികൾ ആരെങ്കിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകും. നമുക്കറിയാം എന്തൊക്കെ സംഘർഷങ്ങൾ നമ്മുടെ കേരളത്തില് പതാക നശിപ്പിച്ചു എന്ന പേരിലുണ്ടായിട്ടുണ്ട്. പതാക എന്ന് പറയുന്നത് അവര് വിശ്വസിക്കുന്ന, അവര് ആദരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം അവരെ സംബന്ധിച്ച് അമൂർത്തമാണ്. കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളുടെ ഇസത്തെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ആ ഇസം എന്ന് പറയുന്നത് അത് അമൂർത്തമാണ്, ഇന്ദ്രിയഗ്രാഹ്യമല്ല. ഇന്ദ്രിയഗ്രാഹ്യം അല്ലെങ്കിൽ കൂടി അതിനൊന്ന് ആദരിക്കണം. താൻ വിശ്വസിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തെ ഒന്ന് ആദരിക്കണം. അതിനെന്ത് ചെയ്യുന്നു? ആ പ്രത്യയശാസ്ത്രത്തെ മൂർത്ത ഭാവത്തിലേക്ക് കൊണ്ടുവരും, ഒരു പതാകയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിംബത്തിന്റെ രൂപത്തിൽ. നമ്മൾ ഏത് സംഘടനയെയും ഏത് മതത്തെയും ഈ രീതിയിൽ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ ഏതെങ്കിലും പ്രകാരത്തിൽ, വിഗ്രഹം എന്ന് പറയുമ്പോൾ എപ്പോഴും ഹിന്ദു മതത്തിന്റെ ഒരു വിഗ്രഹ സങ്കല്പമാണ് എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വരിക. വിഗ്രഹം എന്ന് പറയുമ്പോൾ പ്രതീകമാണെന്ന് മനസ്സിലാക്കുക. ഹിന്ദുമതത്തിന്റെ വിഗ്രഹം നമ്മൾ നേരത്തെ പറഞ്ഞത് ഭഗവാൻ, അമൂർത്തമായിരുന്ന ഭഗവാൻ ആരാധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നേരെ മറിച്ച് ഈ വിഗ്രഹ സങ്കല്പമില്ലാത്ത ഏതെങ്കിലും പ്രകാരത്തിൽ, അത് പതാകയാകട്ടെ, അല്ലെങ്കിൽ ഒരു ദിശ, ഒരു ദിക്കാകട്ടെ, അല്ലെങ്കിൽ ഒരു ആലയമാകട്ടെ, ഒരു വീടാകട്ടെ, ഏതെങ്കിലും പ്രകാരത്തിൽ ഒരു വിഗ്രഹത്തെ ആശ്രയിക്കാതെ ഒരു മതത്തിനും ഒരു സംഘടനയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നിനെ മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പൊ ആ നിലക്ക് വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയഗ്രാഹ്യമല്ലാത്ത ഒന്നിനെ പ്രതീകത്വേന ഇന്ദ്രിയഗ്രാഹ്യമാക്കി തീർക്കുന്ന ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ സന്ദർഭത്തിൽ മനുഷ്യ വിഗ്രഹായ നമഃ എന്ന് പറയുന്ന മൂന്നാമത്തെ ഈ മന്ത്രത്തിന്റെ സന്ദർഭത്തിൽ വിഗ്രഹത്തിന്റെ ഈ നിർവചനം പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ 4 ചോദ്യങ്ങൾ വരണമെന്നും അതിന്റെ ഉത്തരങ്ങളെ വിചാരം ചെയ്യണമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതില് ഒന്നാമത്തെ ചോദ്യമാണ്, വിശേഷമായി എന്തിനെയാണ് എടുക്കുന്നത്? വിശേഷമായി എടുക്കുന്നതാണ് വിഗ്രഹമെങ്കിൽ വിശേഷമായി എന്തിനെയാണ് എടുക്കുന്നത്? ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്ന വിശേഷമായി എടുക്കുന്നത് മനുഷ്യ ശരീരത്തെയാണ്. ആരാണ് ആ മനുഷ്യ ശരീരത്തെ എടുക്കുന്നത്? ഉത്തരം പറഞ്ഞു, ബ്രഹ്മമാണ്. മൂന്നാമത്തെ ചോദ്യം, ബ്രഹ്മം അങ്ങനെ എടുക്കുന്ന ആ മനുഷ്യ ശരീരത്തിന്റെ ഉപാദാന കാരണം എന്താണ്? ഉപാദാന കാരണം എന്ന് പറയുന്നത് സമഷ്ടി പ്രാരബ്ധമാണ്. ചോദ്യം 4, അങ്ങനെ ബ്രഹ്മം സമഷ്ടി പ്രാരബ്ധത്തിലൂടെ ഒരു മനുഷ്യ ശരീരത്തെ സ്വീകരിക്കാൻ കാരണം എന്താണ്? അതിന്റെ ഉത്തരമാണ് ധർമ്മ പുനഃസംസ്ഥാപനം എന്ന് പറയുന്നത്. ഈ 4 ഉത്തരങ്ങളിൽ നമ്മൾ നല്ല രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടത്, ആരാണ് ഈ മനുഷ്യ ശരീരത്തെ എടുക്കുന്നത്? അത് ബ്രഹ്മമാണ്. ഭാരതീയ ദർശനത്തിൽ ഈശ്വര സങ്കല്പത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് നിരുപാധികമായ തലമാണ്, 2 സ്വാഭാവികമായ തലമാണ്. നിരുപാധികമായ തലത്തിൽ മുന്നോട്ടുള്ള ഒരു മന്ത്രത്തില് എനിക്ക് തോന്നുന്നു 10, 11, 12 കഴിഞ്ഞ് 12ാമത്തെ മന്ത്രമാണ് തോന്നുന്നു, അഗ്രാഹ്യായ നമഃ, ഓം അഗ്രാഹ്യായ നമഃ എന്നുള്ളൊരു നാമം വരുന്നുണ്ട് ഗുരുപുഷ്പാഞ്ജലിയിൽ. അഗ്രാഹ്യം എന്ന് പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. നമുക്ക് ഒരു പ്രകാരത്തിലും നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങൾ കൊണ്ട്, മനസ്സ്, ബുദ്ധി തുടങ്ങിയ
അന്ധകരണം കൊണ്ട് ഒരിക്കലും ഗ്രഹിക്കാനും കഴിയാത്ത സ്വരൂപത്തോടു കൂടി. നോക്കൂ, ആ അഗ്രാഹ്യായ എന്നുള്ളത് ഈശ്വരന്റെ നിരുപാധികമായ തലത്തെ പറയുക. നിർഗുണ ബ്രഹ്മം, നിരാകാര ബ്രഹ്മം എന്നൊക്കെ പറയാം. മനുഷ്യ വിഗ്രഹം എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ സാകാരമായ സഗുണമായ തലത്തെ പറയുക. അപ്പോൾ നിരുപാധികമായ ഒരു തലമുണ്ട്, സ്വാഭാവികമായ ഒരു തലമുണ്ട്. ഇപ്പൊ നിരുപാധികമായ തലത്തിൽ അവിടെ ധർമ്മമില്ല, അധർമ്മമില്ല. അന്യത്ര ധർമാത് അന്യത്ര അധർമാത് എന്ന ഉപനിഷത്ത് മന്ത്രത്തിൽ നമ്മൾ ചിന്തിച്ചു. അവിടെ പ്രത്യേകിച്ച് ധർമ്മവും ഇല്ല, അധർമ്മവും ഇല്ല, ശരിയുമില്ല, തെറ്റുമില്ല, ഒന്നുമില്ല. കേവലം നിരുപാധികമാണ്. ഈ ധർമാധർമ്മങ്ങളൊക്കെ നമ്മുടെ വ്യവഹാര തലത്തിലാണ്. വ്യവഹാര തലത്തിലാണ് നമ്മൾ ധർമാധർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈശ്വരന്റെ നിരുപാധിക തലത്തിൽ ധർമ്മവും ഇല്ല, അധർമ്മവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈശ്വരന് ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥം എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അവിടെ സൃഷ്ടിയുമില്ല, സ്രഷ്ടാവുമില്ല. സ്രഷ്ടാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ സന്ദർഭത്തിൽ മാത്രമാണ് ഈശ്വരനെ സ്രഷ്ടാവ് എന്ന് പറയുന്നത്. സൃഷ്ടിയില്ലെങ്കിലോ ഈശ്വരൻ സ്രഷ്ടാവല്ല. അവിടെ കാര്യവുമില്ല, കാരണവുമില്ല. ഒരു വിധത്തിലുള്ള ദ്വന്ദ്ഭാവങ്ങളില്ല. അതിനെയാണ് നിരുപാധികമായ തരം എന്ന് പറയുന്നത്. പക്ഷെ വ്യവഹാര ലോകത്തിൽ വ്യാവഹാരികമായി ജഗത്ത്, അതേപോലെ ആ ജഗത്തിൽ അധിവസിക്കുന്ന മനുഷ്യർ തുടങ്ങിയ ആ വ്യവഹാരത്തിന്റെ പടികൾ ഇങ്ങനെ ഇറങ്ങി നമ്മുടെ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ധർമാധർമ്മങ്ങളുണ്ട്. അപ്പൊ ധർമ്മം എല്ലാ കാലത്തും നിലനിന്നാൽ മാത്രമേ നമുക്ക് ശാന്തമായി സ്വസ്ഥമായിട്ട് ഒരു സമൂഹമായിട്ട് മുന്നേറാൻ സാധിക്കും. നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ സമാധാനപൂർണ്ണമായി ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെ അനേക ഘടകങ്ങൾ ആവശ്യമുണ്ട്. കേവലം നമ്മളുടെ കരുത്തുകൊണ്ട്, നമ്മളുടെ ഒരു സാമർഥ്യം കൊണ്ട് മാത്രമേ നമുക്ക് സമാധാനപൂർണ്ണമായി ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ അടുത്ത് എത്ര വലിയ ധനം ഉണ്ടെങ്കിലും, പണം ഉണ്ടെങ്കിലും, വലിയ പദവി ഉണ്ടെങ്കിലും, സാമൂഹ്യമായ സ്ഥിതി ഒന്ന് ഇച്ചിരി മാറിക്കഴിഞ്ഞാൽ അത് വലിയ പ്രയാസമായിരിക്കും. അതേപോലെ പ്രാകൃതികമായ എന്തെങ്കിലും പ്രകൃതിപരമായ ആപത്തുകളോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് കരുതിയാലും പിന്നീടുള്ള നമ്മുടെ ജീവിതം ദുരിതപൂർണമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സമാധാനപൂർണമായി ഇവിടെ നിലനിർത്തുന്നതിൽ ഇവിടുത്തെ ഭരണകൂടം അതേപോലെ ഒരുപാട് ഘടകങ്ങളൊക്കെ പങ്കുവഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മൾ ആരും അറിയാതെ നമ്മളെല്ലാവരെയും ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുന്ന ധർമ്മം എന്ന് പറയുന്ന ആ അമൂർത്തമായ ഈശ്വരീയ നിയമമാണ്. അത് സർവത്ര വ്യാപിച്ചിരിക്കും. എങ്കിലും വ്യവഹാര രൂപത്തിൽ ആ ധർമ്മത്തെ ആചരിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാലാന്തരത്തിനും ധർമ്മത്തിൽ ക്ഷീണം സംഭവിക്കും. ധർമ്മത്തിനൊരു ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മനുഷ്യ സമൂഹത്തിന്റെ സമാധാനപൂർണമായ ജീവിതത്തിന് വലിയ ഭംഗം വരും. ആ സന്ദർഭത്തിൽ മനുഷ്യരുടെ വലിയൊരു പ്രാർത്ഥന എല്ലാവരുടെയും ഉള്ളിൽ നിന്ന്, അയ്യോ ഞങ്ങളെ ഈ ദുസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള ഒരു സമൂഹത്തിന്റെ വലിയൊരു പ്രാർത്ഥന ഉത്പന്നമാണ്. ഒരു വ്യക്തി സങ്കല്പിച്ചു കഴിഞ്ഞാലും സങ്കല്പശക്തിയുണ്ട്, അതേപോലെ ഒരു സമൂഹം സങ്കല്പിച്ചു കഴിഞ്ഞാലും സങ്കല്പശക്തിയുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്ന് പറയാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദുഃഖമോ പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനിവാര്യമായ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അയ്യോ ഭഗവാനെ ഗുരുവേ അതൊന്ന് സാധിപ്പിച്ചു തരണേ, അതൊന്നും നടക്കണേ, എന്റെ മോളുടെ കാര്യം ഒന്ന് ശരിയാകണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ ആ പ്രാർത്ഥന പലപ്പോഴും നടക്കാറുണ്ട്. അപ്പൊ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ ഉള്ളിൽ അത്രമാത്രം സങ്കല്പശക്തിയുണ്ട്. നിർമ്മലമായ ഭക്തിയോടെ മനസ്സുരുകി പ്രാർത്ഥിച്ചപ്പോൾ ആ ചിന്ത വലിയ ശക്തിയായിട്ട് മാറി. അതിനെയാണ് സങ്കല്പശക്തി എന്ന് പറയുന്നത്. ആ സങ്കല്പശക്തി എത്തേണ്ടടുത്ത് എത്തും. എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രതിഫലനം, അതിൻ്റെതായ ഒരു പ്രതികരണം നമുക്ക് അവിടുന്ന് ലഭിക്കും. അപ്പൊ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഒരു സമൂഹത്തിനും, സമൂഹം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, അയ്യോ ഞങ്ങൾക്ക് മനുഷ്യനായി പോലും ജീവിക്കാൻ കഴിയുന്നില്ല, ഇവിടെ പശുക്കളും പട്ടികളും ഒക്കെ നിർബാധികം നടന്നു പോകും, ഞങ്ങൾക്ക് ഒന്നിനും സാധിക്കുന്നില്ല, ഞങ്ങൾക്ക് ഒരു പ്രകാരത്തിൽ ഒരു മനുഷ്യനെ ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്കൊന്ന് അമ്പലത്തിൽ പോകാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് സ്വച്ഛമായി ശുചിത്വമായി പോലും ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളെ ദുസ്ഥിതിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള അനേകായിരങ്ങളുടെ ഒരേ സമയത്തുള്ള ആ ഒരു സങ്കല്പം അവിടെ ഒരു സമഷ്ടി പ്രാരബ്ധത്തെ സൂക്ഷ്മമായ തലത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രാരബ്ധം ഹേതുവായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, നിരുപാധിക സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സ്വാഭാവിക ഭാവത്തിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഒരു പ്രാരബ്ധം സൃഷ്ടമായി കഴിഞ്ഞാൽ, അങ്ങനെ സ്വാഭാവികമായ ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് ഭഗവാന്റെ മഹിമയ്ക്ക് യാതൊരു കുറവുണ്ടാകും. നമ്മൾ പഠിച്ചു, അവതാരം എന്ന വാക്കുണ്ടായിരിക്കുന്നത് തൃ എന്നുള്ള ധാതുവാണ്. തൃ പ്ലവന തരണയോഹം, മറികടക്കുക എന്നുള്ള അർത്ഥം. തരതി എന്ന് പറഞ്ഞാൽ മറികടക്കുക. തരതി ശോകം ആത്മവിത്ത് എന്നൊരു ശ്ലോകമുണ്ട്. നമ്മൾ മലയാളത്തിൽ തരണം ചെയ്തു എന്നൊക്കെ പറയും. ആ പ്രതിസന്ധിയെ ഞാൻ തരണം ചെയ്തു. ഇതിന്റെ കൂടെ അവ എന്നുള്ള ഉപസർഗം ചേർത്താൽ അവതരതി എന്നുള്ള വാക്ക് കിട്ടും. അവതരതി ഇതി അവതാരഹം. അവതരതി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇറങ്ങുക എന്നാണ്.
തരതി എന്നുള്ള വാക്കിനർത്ഥം മറികടക്കുക. അതിന്റെ കൂടെ അവ ചേർത്താൽ ഇറങ്ങുക എന്നർത്ഥം കിട്ടും. എവിടെ നിന്ന് ഇറങ്ങുന്നു? നിരുപാധികമായ ബ്രഹ്മതത്വം ഇവിടെ സൃഷ്ടമായ സമഷ്ടി പ്രാരബ്ധം ഹേതുവായി ഒരു സ്വാഭാവികമായ ഭാവത്തിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യുന്നു. കാരണം ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യാൻ ഒരു മനുഷ്യർക്കും കഴിയില്ല. ഇത് നമ്മൾ ഉറച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ ഈശ്വരന്റെ മൂർത്ത ഭാവത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം എല്ലാവരും ചോദിക്കുകയാണ് ഗുരു ദൈവമാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതിന്റെ ശാസ്ത്രീയമായ ചിന്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു സംശയവും വരില്ല. ശാസ്ത്രീയമായ ചിന്തനം ഇല്ലെങ്കിൽ ചിലപ്പോൾ എതിരാളികളുടെ ആ വാഗ്വിലാസത്തിൽ നമ്മളും മയങ്ങി അല്ലെങ്കിൽ നമ്മളും പ്രലോഭിതരായി നമുക്കും ഭ്രമം വന്ന് ഗുരുവിന്റെ ഈശ്വരീയ സങ്കല്പത്തിൽ നമ്മൾ നിഷേധിച്ചേക്കാം ഉള്ളുകൊണ്ട്. ശരിയാണല്ലോ. കാരണം അങ്ങനെ പല ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആദ്യകാലത്ത് നല്ല ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളോട് കേൾക്കാൻ തുടങ്ങി. ഈ അരാജകത്തെ ഉണ്ടാക്കുന്ന, നമ്മുടെ ഉള്ളിൽ ആ ഭക്തിയെ നശിപ്പിക്കുന്ന ക്ലാസ്സുകൾ. അപ്പൊ ശരിയാണല്ലോ ഈ പറയുന്നത്. ഗുരു ഒരിക്കലും എവിടെയും ഞാനൊരു ദൈവമാണെന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ സ്വയം ഉള്ളിലും ഇങ്ങനെ ചിന്ത വന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആ ഗുരുഭക്തി നഷ്ടപ്പെട്ട പലരെയും എനിക്ക് നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഇതിന്റെ ഈ ശാസ്ത്രീയമായ ചിന്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഗുരുവിന്റെ ഈശ്വരീയ സ്വരൂപത്തെ നിഷേധിക്കാൻ കഴിയും. പറഞ്ഞു വന്നിരിക്കുന്നത് ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. കാരണം ദർശനമാലയിൽ ഗുരു പറഞ്ഞ കാര്യം നമ്മൾ ചിന്തിച്ചു. ദഗ്ധ്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം എന്നുള്ളത്. ഉദ്ദിശ്യ ജഗതാം ഹിതം എന്ന വാക്കിന്റെ അർത്ഥം ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ബ്രഹ്മവിത്ത് കർമ്മം ചെയ്യുന്നു. ജഗത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? ഒരു വ്യക്തിക്കും ധൈര്യമില്ല. അപ്പൊ നമുക്ക് ധൈര്യമുണ്ടോ? ഞാൻ ഈ ലോകത്തിന്റെ നന്മയെ കരുതിയാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ഒരു 10 വീട് അപ്പുറത്തുള്ള വീട് കൊണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്, ആ വീട്ടുകാരുടെ കാര്യം നമ്മളാണ് നോക്കുന്നത്. നമ്മൾ നമ്മുടെ വീടിന്റെ കാര്യം അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടുത്തെ കാര്യം മാത്രമാണ് നോക്കുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് പറയാം, വാക്കുകൊണ്ട് പറയാം ഞാൻ ലോകത്തിന്റെ ഹിതത്തെ ഉദ്ദേശിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ വീടിന്റെയോ നമ്മുടെ ആശ്രമത്തിന്റെയോ നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗത്തിന്റെയോ മാത്രമേ കാര്യം നോക്കുന്നുള്ളൂ. ലോകത്തിന്റെ മുഴുവൻ കാര്യം നമുക്ക് നോക്കാൻ സാധിക്കുമോ? ലോകത്ത് അനേകായിരം ജീവജാലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഈ വ്യവസ്ഥ നോക്കൂ, ഇതിന്റെ മൊത്തം പരിപാലനം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്. അപ്പൊ ഈ ലോകത്തിന്റെ ഹിതത്തെ ചെയ്യുന്നത് കേവലം ഈശ്വരൻ മാത്രമാണ്. ഈശ്വരന് മാത്രമേ ഈ ലോകത്തിന്റെ ഹിതത്തെ ചെയ്യാൻ കഴിയൂ. കാരണം എന്താണ്? ഈശ്വരന് മാത്രമേ ഈ ലോകത്തെക്കുറിച്ച് ജ്ഞാനമുള്ളൂ. നമുക്ക് ജ്ഞാനമുണ്ടെങ്കിലേ അത് നമ്മൾ വസിക്കുന്ന ഒരു ഗൃഹം, ആ ഗൃഹത്തിൽ ഏതേത് ഭാഗത്ത് എന്തെല്ലാം കുറവുകളുണ്ട്, കൂടുതലുണ്ട് എന്നുള്ള ജ്ഞാനം ആ ഗൃഹനാഥനുണ്ട്. അതുകൊണ്ട് ആ വീടിന്റെ കുറവുകളും കൂടുതലും ആ ഗൃഹനാഥൻ എന്ത് ചെയ്യുന്നു? അത് ബാലൻസ് ചെയ്യുന്നു. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ നികത്തുന്നു, കൂടുതലുണ്ടെങ്കിൽ അതിനെയും പരിഹരിക്കുന്നു. കാരണം എന്താണ്? ആ ഗൃഹത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമുണ്ട്. ഈ ലോകത്തിന്റെ സമ്പൂർണ്ണ അണ്ടകടാഹം, സമ്പൂർണ്ണ ബ്രഹ്മാണ്ടത്തിന്റെയും ജ്ഞാനമുള്ളത് ഈശ്വരന് മാത്രമാണ്. ആ ഈശ്വരന് മാത്രമാണ് എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാനും കഴിയും. അതുകൊണ്ട് പറയുന്നു ധർമ്മസ്യ പ്രഭു അച്യുത. ധർമ്മത്തിന്റെ പ്രഭു ഭഗവാനാണ്, അച്യുതനാണ്. അതേപോലെ തന്നെ ധർമ്മം കുറയുന്ന വേളയിൽ ആ ധർമ്മത്തെ പരിപാലിച്ച് അതിനെ നിലനിർത്താൻ കഴിവുള്ളത് ഈശ്വരന് മാത്രം. ആ ഈശ്വരൻ സമഷ്ടി പ്രാരബ്ധത്തിന്റെ ഹേതുവായി ഇവിടെ ഒരു മനുഷ്യന്റെ നാമരൂപത്തിൽ അവതരിക്കുന്നു, ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ സിദ്ധാന്തം നിസ്സംശയമായി അല്ലെങ്കിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത് പ്രഖ്യാപിച്ചു? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഏതേത് കാലത്ത്, ഹേ ഭാരത, അല്ലയോ അർജുന, ഏതേത് കാലത്ത് ഈ ധർമ്മത്തിനൊരു ലോപം സംഭവിക്കുന്നു, അതാത് കാലത്ത് ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥം അഹം സൃജാമി, ഞാൻ അവതരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുക. അഹം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ നിരുപാധിക ഭാവമാണ്. ആ നിരുപാധിക ഭാവം സ്വാഭാവിക ഭാവത്തിലേക്ക് വരും ധർമ്മ പുനഃസംസ്ഥാപനാർത്ഥം. എന്തുകൊണ്ട് വരുന്നു? കാരണം സ്വാഭാവികമായ തലത്തിൽ മാത്രമേ ധർമ്മവും അധർമ്മവും ഉള്ളൂ. നിരുപാധികമായ തലത്തിൽ അന്യത്ര ധർമാത് അന്യത്ര ധർമാത്, അന്യത്ര ധർമ്മം അന്യത്ര അധർമ്മം. അവിടെ ധർമ്മമില്ല, അധർമ്മമില്ല. അവിടെ തെറ്റില്ല, ശരിയില്ല, പാപമില്ല, പുണ്യമില്ല, ഒന്നുമില്ല, ജയമില്ല, പരാജയമില്ല. കേവലം ഒരു ബോധശക്തിയായി ഭഗവത് സ്വരൂപം കുടികൊള്ളും. അതുകൊണ്ട് അവിടെ ഭഗവാൻ എന്തെങ്കിലും പുനഃസംസ്ഥാപനം ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായ തലത്തിൽ മാത്രമേ ധർമ്മ പുനഃസംസ്ഥാപനം ചെയ്യേണ്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായ തലത്തിൽ ധർമ്മ പുനഃസംസ്ഥാപനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഭഗവത് സ്വരൂപം എന്താണ്? ഈശ്വരന്റെ സ്വാഭാവിക രൂപമാണ്, അവതാര രൂപമാണ്, സഗുണഭാവമാണ്. അതുകൊണ്ട്
അന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ ജാതി വിവേചനം. നമുക്ക് അന്നത്തെ കാലത്ത് കേരളത്തിൽ വലിയ പ്രഗത്ഭരായ നാട്ടുരാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്രഗത്ഭരായ ആളുകൾ. ആ ആ ഏതെങ്കിലും ഒരു നാട്ടുരാജാവ് ഇങ്ങനെ ജസ്റ്റ് ഒരു കൽപ്പന ഒന്ന് പുറപ്പെടുവിച്ചാൽ മതിയായിരുന്നു, ഇനി മുതൽ ആരെങ്കിലും അയിത്തം പാലിക്കുകയാണെങ്കിൽ അയാളുടെ തല വെട്ടിക്കളയും. രാജകൽപ്പനയെ അന്ന് എല്ലാവരും മാനിക്കേണ്ടി വരും, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു രാജാവ്, നമ്മുടെ കേരളം തൊട്ട് ഭാരതത്തിൽ മുഴുവൻ ഏതെങ്കിലും ഒരു രാജാവിന് അങ്ങനെ ഒരു കൽപ്പനയെ പുറപ്പെടുവിക്കാനോ, അവിടെ കൽപ്പന വേണ്ട, അതിനു വേണ്ടി ചെറു വിരൽ അനക്കാനോ ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അത് ഇവരുടെ ആരുടെയും കർത്തവ്യമല്ല. ആ കർത്തവ്യം ചെയ്യുവാൻ ഈശ്വരന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ഈശ്വരൻ തന്നെ മനുഷ്യന്റെ രൂപഭാവത്തില് അവതരിച്ച് മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന വലിയ ദുഷ്കയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ള മഹനീയമായ കർത്തവ്യം ചെയ്യും. അങ്ങനെ ഈശ്വരന്റെ അവതാരമാണ് ആര്? സ്വാമി തൃപ്പാദങ്ങളുടെ ആ തിരുശരീരം. അത് ഈശ്വരൻ ധർമ്മ പുനഃസംസ്ഥാപനത്തിന് വേണ്ടി അവതരിച്ചിരിക്കുന്ന തിരുശരീരമാണ്. അതുകൊണ്ടാണ് ആ തിരുശരീരത്തെ മനുഷ്യ വിഗ്രഹായ നമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യ വിഗ്രഹായ നമ എന്നുള്ള വാക്കിലൂടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും, സ്വാമി തൃപ്പാദങ്ങള് ജാതസിദ്ധനാണ്, ക്രമസിദ്ധനല്ല. കാരണം ഗുരുവിന് മനുഷ്യ സ്വരൂപം എന്ന് കിട്ടി. മരുത്വാമലയിൽ തപസ്സിരുന്നതിന് ശേഷമാണ് ഗുരുവിന്റെ ആ രൂപം മനുഷ്യഭാവത്തിലായത്. ഗുരു ജനിച്ച അന്ന് മുതലേ മനുഷ്യനാണ്. മനുഷ്യ വിഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ്? ജനിച്ച അന്ന് മുതലേ ആ കുഞ്ഞ് എന്താണ്? മനുഷ്യ വിഗ്രഹമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വ്യക്തി ആ വ്യക്തി ജീവിതത്തില് ക്രമേണ സാധന ചെയ്ത് ആ സാധനയിൽ നിഷ്ഠ നേടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു സിദ്ധ പദവിയിലേക്ക് വരും. സിദ്ധ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എന്തിനെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ പ്രയത്നം. സിദ്ധ പദവി എന്ന് പറഞ്ഞാലോ ആ സാധനയിലൂടെ ലക്ഷ്യമാക്കിയ ആ ലക്ഷ്യത്തെ നേടിയെടുത്തു. ഇപ്പൊ നേടിയെടുത്തു കഴിഞ്ഞാൽ സിദ്ധൻ എന്ന് പറയും. നമ്മൾ സിദ്ധൻ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു മിറാക്കിൾ ആ ഭാവം വരരുത്. സിദ്ധൻ എന്ന് പറയുമ്പോൾ സാധനയിലൂടെ എന്തിനെയാണോ ലക്ഷീകരിച്ചത് ആ ലക്ഷ്യത്തെ നേടിയെടുത്ത ആളെ സിദ്ധൻ എന്ന് പറയും. അപ്പൊ പ്രായണം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും എന്താണ്? എല്ലാവരും ഇപ്പോൾ ആധ്യാത്മികമായ സാധകരുണ്ട്, ഭൗതികമായ വിഷയങ്ങളെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന സാധകരുണ്ട്. അപ്പൊ ആധ്യാത്മികമായ സാധകർ എന്ന് പറഞ്ഞാൽ അവരൊരു ലക്ഷ്യത്തെ മുമ്പിൽ വെച്ച് ആ ലക്ഷ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നിത്യേന സാധന ചെയ്യും. രാവിലെ എഴുന്നേൽക്കുന്നു, 3 മണിക്ക് എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, 5 മണി വരെ നാമജപങ്ങൾ, പ്രാർത്ഥന, പൂജ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും സാധനയെ ശക്തിപ്പെടുത്തുന്നു. ഒരു ഘട്ടത്തിൽ തോന്നി തന്റെ ജീവിതം പൂർണ്ണമായും സാധനാമയമാക്കണം. അതുകൊണ്ട് വ്യാവഹാരികമായ എല്ലാ ബന്ധനങ്ങളെയും ഉപേക്ഷിച്ച് തപസ്സിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങുന്നു. അങ്ങനെ തപസ് ചെയ്തു. ആ തപസ്സിന്റെ വലിയ ഉച്ചതമമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് സാധനയിലൂടെ സിദ്ധി കൈവരിക, ഈശ്വര സാക്ഷാത്കാരം കൈവരിക. ഇത്തരത്തിലുള്ള മഹായോഗികളെ സിദ്ധന്മാർ എന്തു പറയുന്നു? ക്രമസിദ്ധന്മാരെന്നു. ആ ക്രമസിദ്ധ പദവി വേണമെങ്കിൽ അവർ ഈ ജന്മത്തിന് മുമ്പേ കുറച്ച് നേടിയിരിക്കാം. കഴിഞ്ഞ ജന്മത്തില് ഒരുപാട് സാധനാനുഷ്ഠാനങ്ങളുടെ സമ്പത്തിനെ നേടി ശരീരം ഉപേക്ഷിച്ചു. അപ്പൊ ഈ ജന്മം കുഞ്ഞുനാൾ മുതൽ അവർക്ക് കൂടുതലായി വളരെ നമ്മളെക്കാളും കൂടുതലായി സാധനാ മാർഗത്തിലേക്ക് പോകാനുള്ള കരുത്തും സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് തുടങ്ങി അതിങ്ങനെ ക്രമമായി വന്ന് അതിന്റെ പൂർണ്ണതയെ നേടിയെടുത്ത മനുഷ്യരെയാണ് എന്ത് പറയുന്നത്? ക്രമസിദ്ധർ എന്ന് പറയുന്നത്. ജാതസിദ്ധൻ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരന്റെ സമഷ്ടി പ്രാരബ്ധം ഹേതുവായി ഉണ്ടായിരിക്കുന്ന സ്വാഭാവിക അവതാരമാണ്. ആ ജാതസിദ്ധൻ ആയിരിക്കുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തപസ്സിലൂടെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നേടിയെടുത്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ജാതസിദ്ധൻ എന്ന് പറയുന്നത്. ജന്മം കൊണ്ട് തന്നെ നേടിയെടുത്ത് കഴിഞ്ഞു. ഈശ്വരന് തപസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങൾ ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരുദേവൻ വീട് വിട്ടു പോകുന്നു, മരുത്വാമലയിൽ പോയി തപസ്സിരിക്കുന്നു, ധ്യാന നിമഗ്നനായിരിക്കുന്നു, അനുഭൂതിയെ നേടുന്നു. അങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ അവതാരമായിട്ട് ഈശ്വരനായിട്ട് മാനിക്കുന്ന ഭഗവാൻ കൃഷ്ണനും സാന്ദീപിനി ഗുരുകുലത്തിൽ പോകുന്നുണ്ട്. അവിടെ ഗുരുവിന്റെ അടുത്തുനിന്ന് വിദ്യാഭ്യാസത്തെ പഠിക്കുന്നുണ്ട്. അപ്പോ ഒരു അവതാര പുരുഷന്റെ മാനുഷിക രൂപത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് സമൂഹത്തിനെ ധാർമ്മികമായി നയിക്കാൻ വേണ്ടിയിട്ട് ഒരു മാതൃകയായിരിക്കും. കാരണം മഹാത്മാക്കള് മാതൃകാരഹിതമായ ജീവിതം നയിച്ചാൽ സമൂഹത്തിനും ചിലപ്പോൾ വഴി മാറേണ്ട ഒരു ഘട്ടം വരും. കാരണം ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണോ, ഒരു ആദർശ പുരുഷന്റെ ജീവിതം എങ്ങനെയാണോ അതിനെ ഫോളോ ചെയ്യാൻ സമൂഹത്തിന് ഒരു വെമ്പലുണ്ടാകും. അതുകൊണ്ട് മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതത്തെ തപോമയമാക്കി ഒരു മാതൃകയാക്കി കാണിക്കും. അത് കേവലം ലീല മാത്രമാണ്. ഏതെങ്കിലും സ്ഥലത്ത് പോയി തപസ്സിരുന്നാലോ തപസ്സിരുന്നില്ലെങ്കിലോ ഒരു ജാതസിദ്ധന്റെ മഹിമയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ല. കാരണം ജാതസിദ്ധൻ സ്വാഭാവിക ബ്രഹ്മമാണ്.
അത് മനുഷ്യ സമൂഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടുത്തെ ജീവിതത്തെ അങ്ങനെ ക്രമപ്പെടുത്തി ഇങ്ങനെയാണ് ഉത്തമമായ ജീവിതം എന്ന് കാണിച്ചു കൊടുക്കുന്നു. അതോടുകൂടി തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവതാര ദൗത്യത്തെ നിർവഹിക്കുകയും ചെയ്യും. അപ്പൊ ജാതസിദ്ധനായതുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങൾ എന്താണ്? സ്വാമി തൃപ്പാദങ്ങൾ സ്വാഭാവിക ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതോട് അനുബന്ധമായി ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ചർച്ച ചെയ്താൽ നമുക്ക് ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ശ്രീനാരായണ ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അടിത്തറകൾ എന്ന് പറയുന്നത്, 1 ഗുരുവിന്റെ ജീവിതം, 2 ഗുരുവിന്റെ കൃതികൾ, 3 ഗുരുവിന്റെ ഈശ്വരീയ സ്വരൂപം. ഇതാണ് ഗുരുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വാമി തിരുപ്പാദങ്ങൾ സശരീരമായിരിക്കുന്ന കാലഘട്ടത്തെ ആ ജീവിതം. ഗുരുവിന്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ സ്വാമി തിരുപ്പാദങ്ങൾ അരുളിയ ഗുരുവിന്റെ അപാരമായ കാരുണ്യത്തോടു കൂടി നമുക്ക് വേണ്ടി പകർന്നു നൽകിയിരിക്കുന്ന ഗുരുവിന്റെ പ്രൗഢഗംഭീരങ്ങളായ കൃതികൾ. ആ കൃതികളാണ് ഗുരുവിന്റെ ഇപ്പോഴത്തെ തിരുശരീരം. നമ്മൾ ആരും സ്വാമി തിരുപ്പാദങ്ങളെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. പക്ഷെ സ്വാമി തിരുപ്പാദങ്ങൾ നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? ഗുരുവിന്റെ വാങ്മയ സ്വരൂപത്തിലൂടെ. കൃതി എന്തു പറയുന്നു? കൃതിയെ വാങ്മയ സ്വരൂപം എന്ന് പറയും. കാരണം ഗുരു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി ഉണ്ടെങ്കിൽ ഗുരു നമ്മെ ഉപദേശിക്കും. ആ വഴിക്ക് പോകരുത്, ഈ വഴിക്ക് പോകണം, ഇങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ ഉപദേശിക്കും. ഇപ്പോൾ ഗുരു നമ്മുടെ മുമ്പിൽ സശരീരഭാവത്തിന് പ്രത്യക്ഷമായിട്ടില്ല. പിന്നെ ആരാണ് നമ്മെ ഉപദേശിക്കുന്നത്? ഉപദേശിക്കുന്നത് ഗുരുവിന്റെ കൃതികളാണ്. അപ്പോൾ ആ കൃതികൾ പഠിക്കുമ്പോഴല്ലേ ഗുരുവിന്റെ ആ മഹിമയേറിയ ഉപദേശത്തെ നമ്മൾ ഗ്രഹിക്കുന്നത്. സ്വാമി തൃപ്പാദങ്ങൾ എഴുതിയത് കൊണ്ട്, രചിച്ചത് കൊണ്ട് ആ വാക്കുകൾ എന്താണ്? അത് ഗുരുപദിഷ്ടങ്ങളായ വാക്കുകളാണ്. ആ കൃതികള് അതേപോലെ തന്നെ ഗുരുവിന്റെ ഈശ്വരീയ സ്വരം. ഇത് 3 ശ്രീനാരായണ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. ഏറ്റവും വലിയ ഒരു ബേസാണെന്ന് പറയാം. അതിന് ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഗുരുവിന്റെ കൃതികൾ, ആ കൃതികളിലൂടെ ഗുരുദേവൻ അവിടുത്തെ സ്വാനുഭവത്തെ, ആ ഈശ്വരീയ അനുഭവത്തെ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലരും ചോദിക്കും, ഗുരു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടോ? സാമാന്യമായിട്ട് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഉത്തരം പറയും, അങ്ങനെ ദൈവമാണെന്ന് ഗുരുവിന് പറയേണ്ട കാര്യമില്ല. കാരണം ഗുരുവിനെ ആരാധിക്കുക, പൂജിക്കുക എന്നുള്ളൊരു ഭക്തന്റെ അവകാശമാണ്, അധികാരമാണ്. ഒരു മഹാത്മാവ് ഞാൻ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിച്ചു കൊള്ളണം എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിൽ കൂടിയും സ്വാമി തൃപ്പാദങ്ങള് അവിടുത്തെ കൃതികളിലൂടെ ഗുരുവിന്റെ ഈശ്വരീയ സ്വരൂപത്തെ പലപ്പോഴും വെളിവാക്കിയിട്ടുണ്ട്. ഗദ്യ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഗുരു പറയുന്നു, ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഉണർവിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ എന്ന് പറയും. നമുക്ക് ആ ഗദ്യ കൃതി അല്ലെ ഗദ്യ പ്രാർത്ഥന എഴുതിയത് ഗുരുവാണ്. ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകൾ എന്ന് പറഞ്ഞാൽ ആ ഗദ്യ പ്രാർത്ഥനയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്ത വാക്ക് നോക്കൂ, ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവ്. അപ്പൊ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവ് എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ സ്വരൂപത്തിൽ തന്നെയാണ് ഗുരുദേവൻ വെളിവാക്കിയിരിക്കുന്നത്. ഈ തിരുവാക്കുകൾ എഴുതിയത് പരമാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗദ്യകൃതി എഴുതിയത് ഗദ്യ പ്രാർത്ഥന എഴുതിയത് ഗുരുവാണ്. ഗുരു അതിൽ പ്രഖ്യാപിക്കുന്നു ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവ്. പരമാത്മാവ് എന്ന് പറയുമ്പോൾ അവിടെ ഗുരുവിന്റെ ഈശ്വരീയ സ്വരൂപത്തെ വെളിവാക്കുകയാണ് ആ വാക്കിലൂടെ. അല്ലാതെ ഗുരുവിൽ നിന്ന് ഭിന്നമായ വേറെ ഏതോ ഒരു പരമാത്മാവാണ് എഴുതിയതെന്ന് ഒരർത്ഥത്തെ മാനിക്കരുത്. കാരണം സ്വാമി തൃപ്പാദങ്ങളുടെ കൃതിയാണത്. അപ്പൊ ആ ഉപദേശങ്ങളുടെ കർത്താവായ, ആ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ഈശ്വരീയ സ്വരൂപം പരമാത്മ സ്വരൂപമാണെന്ന് ഗുരുദേവൻ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ അറിവത് നാമത് തന്നെ എന്നൊരു പ്രസ്താവനയുണ്ട് ആത്മോപദേശ ശതകത്തിൽ. അറിവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ധ്യാന ശ്ലോകത്തിൽ പഠിച്ചു, അഖണ്ഡ ചിദ്ഘന രസം. അതിനെയാണ് അറിവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ അഖണ്ഡ ചിദ്ഘന രസം എന്താണ്? അത് തന്റെ സ്വരൂപം തന്നെയാണെന്ന് ഗുരു വെളിവാക്കുകയാണ്. അപ്പൊ ഗുരുവിന്റെ കൃതികൾ പലപ്പോഴും ഒരു സാധകനെ നേർവഴിക്ക് നയിക്കുന്ന ഉപദേശങ്ങൾ അടങ്ങിയ കൃതികളുണ്ട്. അതേപോലെ തന്നെ ആ കൃതികളിൽ ഗുരുവിന്റെ സ്വാനുഭവത്തെ ഗുരുദേവൻ വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെപ്പോലെ എന്തെങ്കിലും നമുക്ക് എഴുതി കഴിയാം എന്ന് കരുതി എഴുതിയ കൃതികളല്ല അത്. ഗുരുവിന്റെ ആ അനുഭൂതി, സ്വാനുഭൂതിയിൽ നിന്ന് ഉത്പന്നമായിരിക്കുന്ന മന്ത്രപുഷ്പങ്ങളാണ്.
ആ മന്ത്രപുഷ്പങ്ങളിൽ പലപ്പോഴും ഗുരുവിന്റെ കരുണാപൂർണമായ ഉപദേശങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവിന്റെ സ്വാനുഭവമുണ്ട്, തന്റെ ആ അനുഭൂതിയുണ്ട്. അപ്പൊ ആ അനുഭൂതിയാണ് 60 നാമത് തന്നെ എന്ന് പറയുമ്പോൾ അഖണ്ഡ ചിദ്ഗര രസം എന്റെ സ്വരൂപം തന്നെയാണെന്ന് ഗുരു വെളിവാക്കുന്നു. ആ അനുഭൂതിയെ വീണ്ടും ഗുരുദേവൻ പ്രകടിപ്പിക്കുന്നു. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുവത് പോലെ വരും വിവേകവൃത്തി. അത് ആ അനുഭൂതിയാണ്. വീണ്ടും പറയുന്നു, ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാൾ അണയുമതിങ്കൽ അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങും ഇടം സ്വയം പ്രകാശം എന്ന് പറയുന്നു. അപ്പൊ അതില് സ്വയം പ്രകാശം, സർവ്വതും അടങ്ങിയ, എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളും അടങ്ങിയ സ്വയം പ്രകാശ സ്വരൂപം എന്നുള്ള ഗുരുവിന്റെ അനുഭൂതിയെ ഗുരുദേവൻ ആ വരികളിലൂടെ പ്രഖ്യാപിക്കുന്നു. വീണ്ടും ഗുരു പറയുന്നു, നാമും ദൈവവും ഒന്നായിരിക്കുന്നു എന്ന് പറയും. ആത്മവിലാസം എന്നൊരു കൃതിയുണ്ട് ഗുരുവിൽ. അവിടെ അസന്നിഗ്ധമായിട്ട് ഗുരുവിന്റെ അനുഭൂതിയെ പ്രഖ്യാപിക്കുകയാണ്, നാമും ദൈവവും ഒന്നായിരിക്കും. അപ്പൊ നമുക്കറിയാം, ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരുവിന്റെ അനുഭൂതിയെ ഗുരു വീണ്ടും പ്രകടിപ്പിക്കുന്നു. ഈ ഞാനായതും ഭവതി എന്ന് പറയും. കാണപ്പെടുന്ന സർവ്വജഗത്തും പ്രപഞ്ചശക്തി സ്വരൂപിണിയുടെ നാമരൂപ ഭാവങ്ങളാണെങ്കിൽ ഈ ഞാനായിരിക്കുന്നവരാണ്, അതും ഭവതി തന്നെയാണെന്ന് ഗുരു പ്രഖ്യാപിക്കും. ഓം എന്ന് തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാം എന്നറിഞ്ഞുകൊണ്ട് ആടുപാമ്പ് എന്ന് പറയുന്നു. നാം ശരീരമല്ല അറിവാണെന്ന് പറയും. നമ്മൾ കരുതും ഇതൊക്കെ നമുക്ക് വേണ്ടി ഉപദേശിച്ച വാക്കുകളാണ്. നമുക്കെല്ലാവർക്കും നാം ശരീരമല്ല അറിവാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ശരീരമല്ല അറിവാണ് എന്ന് നമ്മൾ കരുതും. വാസ്തവത്തിൽ ആ പ്രഖ്യാപനം ഗുരുവിന്റെ സ്വാനുഭൂതിയാണ്. ഗുരുവിന്റെ സ്വാനുഭൂതിയിൽ ഗുരുവിന്റെ സ്വാനുഭവത്തെയാണ് ഗുരുവിനെ ഉദ്ഘോഷിച്ചത്. ആ സ്വാനുഭവത്തെ പിൻപറ്റി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം. അപ്പൊ ഗുരുവിന്റെ കൃതികളിൽ ഇങ്ങനെ എമ്പാടും നമ്മളൊരു ഗവേഷണ ബുദ്ധിയോടുകൂടി നിരീക്ഷിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഗുരുദേവൻ തന്നെ ഗുരുവിന്റെ ഈശ്വരീയ മഹിമയെ ഗുരുവിന്റെ സ്വാഭാവിക മീൻസ് ആ ഗുരുവിന്റെ നിരുപാധികമായിരിക്കുന്ന ആ ബ്രഹ്മമഹിമയെ ഗുരു ആ സ്വാനുഭവത്തിലൂടെ ഉദ്ഘോഷിക്കുന്നു. ആ കൃതികൾ അനുസന്ധാനം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഗുരുവിന്റെ സ്വരൂപം ഈശ്വരീയമാണ്, ദൈവികമാണെന്ന് അസന്നിഗ്ധമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി കുറച്ച് ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ചില സംഭവങ്ങൾ. ഈ സംഭവങ്ങൾ ഞങ്ങൾ പണ്ട് മീൻസ് ഞാൻ ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു അന്തേവാസിയായിട്ട് കഴിയുന്ന കാലഘട്ടം. അവിടെ അന്നല്ല ഇന്നും ആശ്രമ സെക്രട്ടറി ആയ ധർമ്മജയന സ്വാമികൾ, ഞങ്ങൾ അന്തേവാസികൾ എല്ലാവരും വൈകിട്ട് രാത്രി 7 മണിക്ക് ഗുരുവിന്റെ കൃതികൾ മനനം ചെയ്യുമായിരുന്നു. അവിടെ സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള അന്തേവാസികൾ, താമസിക്കുന്ന ബ്രഹ്മചാരിമാർ, മറ്റെല്ലാവരും ചേർന്ന്, വൈദികർക്ക് ചേർന്ന് രാത്രി ഒരു സ്ഥലത്ത് ഒത്തുചേരുകയും എന്നിട്ട് ധർമ്മജന സ്വാമികൾ ഓരോരോ വിഷയത്തെ ആധാരമാക്കി ക്ലാസ്സുകൾ നയിക്കുകയും അതിനുശേഷം ആ ക്ലാസ്സുകളെ ആധാരമാക്കി ചർച്ച ഉണ്ടാകുമായിരുന്നു. ഒരു 2 മണിക്കൂറോളം നീണ്ടിരിക്കുന്ന പ്രതിദിന സത്സംഗമായിരുന്നു. അന്ന് ഗുരുഷഡ്കം കൃതി എടുക്കുന്ന വേളയിൽ ആ ഗുരുഷഡ്കത്തിൽ ഗുരുവിന്റെ ബ്രഹ്മണേ മൂർത്തിമത എന്നുള്ള പരാമർശത്തിൽ ഗുരുവിന്റെ ഈശ്വരീയ ഭാവത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ധർമ്മജന സ്വാമികൾ ചില ജ്ഞാന ബിന്ദുക്കളെ പറയുകയുണ്ടായി. എനിക്കത് വളരെയധികം ഹൃദ്യമായി തോന്നിയാൽ പിന്നീടുള്ള പല പ്രഭാഷണങ്ങളിൽ നമ്മൾ ഈ വിഷയത്തെ കോട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളും പലപ്പോഴും ഈ വിഷയം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നാൽ ആ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ചില സംഭവങ്ങൾ. അതിൽ ധർമ്മജന സ്വാമികൾ പറയുന്ന ഒരു അറിവ് എന്ന് പറയുന്നത്, നമ്മൾ ദൈവദശകത്തില് ഒരു വരിയുണ്ട്, മായയും നിൻ മഹിമയും. ഈ മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനിൽ അഷ്ടസിദ്ധികൾ നിഹിതമാണെന്ന് പറയും. ഈശ്വരനിൽ ഐശ്വര്യ സിദ്ധികൾ അടങ്ങിയിട്ടുണ്ട്. ആ ഐശ്വര്യ സിദ്ധികളാണ് അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാകാശ്യം, പ്രാപ്തി. ഇവയാണ് ഗുണങ്ങൾ അഥവാ ഐശ്വര്യ ഗുണങ്ങൾ എന്ന് പറയും. ഇത് ചുരുക്കിയിട്ട് അണിമാതി ഐശ്വര്യ സിദ്ധികൾ എന്ന് പറയും. അണിമാതി സിദ്ധി. അപ്പൊ അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാകാശ്യം, പ്രാപ്തി. അതിൽ മഹിമ എന്നുള്ള വാക്ക്, ആ മഹിമ എന്നുള്ള വാക്കാണ് ദൈവദശകത്തിലെ മായയും നിൻ മഹിമയും എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. ആ മഹിമ എന്നുള്ള വാക്കിൽ ബാക്കി 7 ഗുണങ്ങളും അടങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി ഒന്നിനെ മാത്രം എടുക്കുമല്ലോ. അപ്പൊ അണിമാദികൾ മുഴുവൻ പറയാൻ സാധിക്കാത്തത് കൊണ്ട് അതിന് ഒന്നിനെ മാത്രം എടുക്കും. ആ ഒന്നിനെടുത്തതിലൂടെ, ആ മഹിമ എടുത്തതിലൂടെ ബാക്കി എല്ലാ സിദ്ധികളെയും മനസ്സിലാക്കും. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഐശ്വര്യ സിദ്ധിയുക്തനാണ് ഭഗവാൻ.
ഈ അനിമാദി സിദ്ധി ഭഗവാനിൽ നിഹിതമാണ്. ഭഗവത് സ്വരൂപധാരികളായിരിക്കുന്ന അവതാര പുരുഷന്മാർ, ആ അവതാര പുരുഷന്മാരുടെ ജീവിതത്തിലും ഈ അനിമാദി സിദ്ധികൾ കാണാൻ സാധിക്കും. അവിടെ ധർമ്മേന്ദ്ര സ്വാമികൾ ചില ഗുരുവിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ പറഞ്ഞു. അനുബന്ധമായിട്ട് നമ്മളും ചില സംഭവങ്ങൾ ചേർത്ത് പറയാം. ഒന്ന്, വടക്കൻ പറവൂർ സ്വദേശിയായ പഴമ്പിള്ളി അച്യുതൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവ്, ആലുവ ദുരാശ്രമത്തിൽ ദീർഘകാലം അന്തേവാസിയായിരുന്ന അച്യുതൻ. അദ്ദേഹം അന്നത്തെ കാലത്തെ ഓർമ്മകളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്മരണകൾ എന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട്, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ നല്ല ഒരു മനോഹരമായ പുസ്തകമാണ്. നിങ്ങളത് കഴിയുമെങ്കിൽ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വാങ്ങിച്ചു വെക്കണം. കാരണം നേരിട്ടുള്ള ഗുരുവിന്റെ ആ അത്ഭുതകരമായ മഹിമയെ നേരിട്ട് അറിഞ്ഞനുഭവിച്ച ഒരു ശിഷ്യോത്തമൻ എഴുതിയ വളരെ മനോഹരമായ ഒരു ഓർമ്മക്കുറിപ്പാണ് ശ്രീനാരായണ ഗുരുസ്മരണകൾ. അതിൽ ഗുരുവിന്റെ അത്ഭുതകരമായ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഒരിക്കലും ഈ ആലുവ ദുരാശ്രമത്തിന് സമീപത്തുള്ള റെയിൽവേ കോളനിയിൽ അവിടെ രാമശാസ്ത്രി എന്ന് പറയുന്ന ഒരു ഗുരുഭക്തൻ താമസിച്ചിരുന്നു. രാമശാസ്ത്രി ഒരിക്കലും നടക്കുന്ന വേളയിൽ ഒരു വലിയ അടച്ചിട്ട ബംഗ്ലാവ്, ആ ബംഗ്ലാവിന്റെ മുറിയിൽ ഗുരുദേവൻ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് വലിയൊരു കൗതുകം, കാരണം ഗുരു തന്നെയാണോ, നമുക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഗുരു തന്നെയാണ്. അപ്പൊ ആശ്രമത്തിലേക്ക് പോയ സമയത്ത് സ്വാമി തൃപ്പാദങ്ങൾ സാറിന് ആലുവയിൽ വന്നു കഴിഞ്ഞാൽ പെരിയാറിന്റെ തീരത്ത് ഒരു പർണശാല ഉണ്ടായിരുന്നു. ആ പർണശാലയിൽ ഇരുന്ന് പെരിയാർ നദിയെ ഇങ്ങനെ നോക്കി നിൽക്കും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെ ദീർഘനേരം നോക്കി നിൽക്കുക എന്നുള്ളത് ഗുരുവിന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, ഒരു തപസ്വി ജീവിതത്തിന്റെ ഭാഗമായിട്ട്. ഇന്ന് ആലുവയിൽ അതേപോലെ തന്നെ സ്വാമി തിരുപ്പാദങ്ങൾ പെരിയാറിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വിഗ്രഹം അവിടെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പോയാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ അന്തേവാസികളെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? സ്വാമി തിരുപ്പാദങ്ങൾ പർണശാല ഉണ്ടെന്ന് മനസ്സിലാക്കി ഭക്ഷണ സമയമാകുമ്പോൾ ഭക്ഷണം കൊടുക്കും. അപ്പൊ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി വന്ന സമയത്ത് ഗുരുവിനെ കാണുന്നില്ല. ഈ സമയത്ത് ശാസ്ത്രികൾ പറഞ്ഞു, ഇങ്ങനെ ഗുരു അവിടെ ഉണ്ടല്ലോ, ഞാൻ കണ്ടു നോക്കും. എല്ലാവരും ചേർന്ന് അങ്ങോട്ട് പോയ സമയത്ത് സ്വാമി തിരുപ്പാദങ്ങൾ അതേ കെട്ടിടത്തിന്റെ പുറത്ത് വരാന്തയിലിരിക്കുന്നു. ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് കടക്കാനുള്ള വാതിൽ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. അതിന്റെ ഉടമസ്ഥരോ മറ്റോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഗുരുവിന്റെ ഏതെങ്കിലും ഭക്തന്റെ ഭവനമായിരിക്കാം. എങ്കിലും നേരത്തെ ഉള്ളിലായിരുന്നു, ഇപ്പൊ ഗുരു പുറത്തായിരുന്നു. താഴില്ല, ഒന്നുമില്ല. അപ്പൊ ഇതിലൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗുരുവിന്റെ അണിമ എന്ന് പറയുന്ന ഒരു സിദ്ധിയാണ്. അണിമ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിബന്ധത്തെയും മറികടന്ന് ഏറ്റവും സൂക്ഷ്മമായി നമുക്ക് എവിടെയും എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് മഹിമകളെ ഗുരുവിന്റെ ജീവിതത്തിൽ കാണാം. ഇതേപോലെ തന്നെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ആ പ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. ഇന്ന് പുലർച്ചയ്ക്ക് നടക്കണം. തലേ ദിവസം ഗുരു വന്നപ്പോൾ ഗുരുവിന്റെ താമസം വ്യവസ്ഥയാക്കിയിരിക്കുന്നത് കല്ലിങ്കൽ മഠത്തിലാണ്. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നേരെ കിഴക്ക് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കല്ലിങ്കൽ മഠം കാണാൻ സാധിക്കും. സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ കല്ലിങ്കൽ മഠത്തിലായിരുന്നു രാരിച്ചൻ മൂപ്പൻ എന്ന് പറയുന്ന മഹാത്മാ SNDP യോഗത്തിന്റെ ആദ്യകാല നേതാവായിരുന്നു. രാരിച്ചൻ മൂപ്പന്റെ വസതിയാണ്. 4ാമത് വാർഷിക പൊതുയോഗത്തിന്റെ അധ്യക്ഷനായിരുന്നു. ആ കല്ലിങ്കൽ മഠത്തില് ഗുരുഭക്തര് അല്ലെങ്കിൽ ഗുരുവിന്റെ ശിഷ്യന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് താമസത്തിന്റെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഗുരുവിനും കല്ലിങ്കൽ മഠത്തിലായിരുന്നു താമസത്തിന്റെ വ്യവസ്ഥ ഉണ്ടായിരുന്നത്. കല്ലിങ്കൽ മഠത്തിലുണ്ട് ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ പോകണം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും. സ്വാമി തിരുപ്പാദങ്ങൾ മഠത്തിൽ താമസിക്കുന്നു. ഏതാണ്ട് മുഹൂർത്ത സമയമായി നല്ല മുഹൂർത്തം ആയി കഴിഞ്ഞു. ഈ സമയത്ത് ക്ഷേത്രത്തിന്റെ സന്നിധിയിൽ അവിടെ ഗർഭഗൃഹത്തിൽ ശ്രീകോവിലിന്റെ അടുത്ത് ചൈതന്യസ്വാമികളും അതേപോലെ ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു, ഗുരുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. കാരണം മുഹൂർത്തമായി. അങ്ങനെ പക്ഷേ വേറൊരു പ്രതിസന്ധി വന്നത്, അന്നത്തെ നല്ലീശ്വര വിലാസം എന്ന് പറയുന്ന ഒരു മാസിക, ആ മാസികയിൽ ഈ സംഭവങ്ങളൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ മാസികയുടെ പഴയ പ്രതി ഇന്നും ലഭ്യമാണ്. അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഗുരുദേവൻ വരുന്നു, അല്ല ഗുരുദേവൻ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്നു എന്ന് അറിഞ്ഞപ്പോൾ ഗുരുവിനെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഗുരുഭക്തരാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലും കോഴിക്കോട് നഗരത്തിലും തടിച്ചുകൂടിയത്. കാരണം മാസികയിൽ പറയുന്നു, ഇതിനു മുമ്പ് സാമൂതിരി ഭരണകാലത്ത് പോലും ഇങ്ങനെ ഒരു ആൾക്കൂട്ടം മലബാറിൽ ഉണ്ടായിരുന്നില്ല. മാമാങ്കം നടക്കുന്ന സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അത്ര വലിയ ജനബാഹുല്യമാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം സംഭവിച്ചു? ഗുരുവിന് കല്ലിങ്കൽ മഠത്തിൽ ഇറങ്ങി ഒരു അടി നടക്കാൻ പറ്റുന്ന അവസ്ഥയായി. അങ്ങോട്ട് എത്താനേ പറ്റുന്നില്ല. അങ്ങനെ മുഹൂർത്ത സമയം എത്തിക്കഴിഞ്ഞു. ആകെ പരിഭ്രാന്തരായി എല്ലാവരും. അയ്യോ, എന്ത് ചെയ്യും? ഗുരു അവിടെ തന്നെ ആയിപ്പോയല്ലോ.
ഈ സമയത്ത് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വാമി തൃപ്പാദങ്ങൾ ശ്രീകോവിലിന് ഉള്ളിൽ പ്രതിഷ്ഠ കഴിഞ്ഞ് പുറത്തേക്ക് വരും. എല്ലാവർക്കും അതിശയം. അത് ഇന്നും കോഴിക്കോടുകാര് ആ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളൊക്കെ ഗുരുവിന്റെ വലിയൊരു മഹിമയായിട്ട് ഒരു അത്ഭുതമായിട്ട് ഇന്നും പറയുന്ന കാര്യമാണ്. പഴയ കാരണവന്മാരൊക്കെ ഈ കാര്യം പറയും. അയ്യോ, ഗുരു അന്ന് കൃത്യസമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇവിടെ ഗുരു എങ്ങനെയാണ് ഇത്രയും ആളുകളെ മറികടന്ന് അവിടെ എത്തിച്ചേർന്നത്? അത് അണിമയാണ്. ഏതൊരു സ്ഥലത്തേക്കും സൂക്ഷ്മമായിട്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് എത്തിച്ചേരാനുള്ള കഴിവിനെയാണ് എന്തു പറയുന്നത്? അണിമ എന്ന് പറയുന്നത്. ഇനി മഹിമ എന്ന് പറഞ്ഞാൽ, നേരത്തെ അണിമ ചെറുതാണെങ്കിൽ, ശരീരത്തെ സ്വയം സൂക്ഷ്മമാക്കാനുള്ള കഴിവാണെങ്കിൽ, മഹിമ എന്ന് പറയുമ്പോൾ ശരീരത്തെ വിസ്തൃതമാക്കാനുള്ള, അല്ലെങ്കിൽ തന്റെ വിശ്വസ്വരൂപത്തെ വ്യാപകമാക്കാനുള്ള അത്ഭുതകരമായ ഈശ്വരീയ സിദ്ധിയാണ് മഹിമ. ആ മഹിമയാണ് ശിവലിംഗദാസ സ്വാമികൾക്ക് ഭഗവാൻ പ്രത്യക്ഷമാക്കി കൊടുത്തത്. ശിവലിംഗദാസ സ്വാമികൾ ഭഗവാന്റെ ആ മഹിമയാർന്ന ഈശ്വരീയ സ്വരൂപത്തെ നേരിട്ട് കണ്ട് അനുഭവിച്ച മഹാത്മാവാണ് മഹിമ എന്ന് പറയുന്നത്. അപ്പോ അർജുനന് ഗീതയിൽ ഭഗവാൻ വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. വിശ്വരൂപ ദർശനയോഗം. സമസ്ത ദേവതാഭാവങ്ങളും സമസ്തതും ഉൾക്കൊള്ളുന്ന വിരാട് ഭാവത്തെ അർജുനൻ നേരിട്ട് കണ്ടു. ഇതുപോലെ ഗുരുവിന്റെ മഹിമാവാറുന്ന ആ രൂപത്തെ നേരിട്ട് ശിഷ്യന്മാർക്ക് ഗുരുദേവൻ പലപ്പോഴും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ ഓരോ സിദ്ധിക്കും അണിമ, മഹിമ, ലഘിമ, ഗരിമ, അതേപോലെ തന്നെ ഈശിത്വം, വശിത്വം, പ്രാകാശം, പ്രാപ്തി തുടങ്ങിയ ഓരോ സിദ്ധിക്കും ഗുരുവിന്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ സിദ്ധികൾ എല്ലാം ഞാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് പല ക്ലാസ്സുകളെയും റെഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗുരുവിന്റെ ജീവചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ ഈശിത്വം എന്ന് പറയുന്ന ഒരു സിദ്ധിയുണ്ട്. ഈശിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേധാശക്തി, ഒരു വ്യക്തിയുടെ മേധാശക്തി, ഒരു വ്യക്തിയുടെ ആശയം, ആ ആശയത്തിനനുസരിച്ച് ഒരു ജനതയെ സഞ്ചരിപ്പിക്കാനുള്ള, ആ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഈശിത്വം എന്ന് പറയുന്നത്. ഈശനം ചെയ്യുക എന്നുള്ള അർത്ഥം. മറ്റു പലരും ജനതയെ ആശയങ്ങളിലൂടെ, അവർ വിശ്വസിക്കുന്ന ആശയങ്ങളിലൂടെ എങ്ങനെയാണ് സഞ്ചരിപ്പിച്ചത്? ലോക മത നേതാക്കളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഫലപ്പെടുത്തിയും ആയുധം കാണിച്ചും വാള് കാണിച്ചുമാണ് തങ്ങളുടെ അനുയായികളെ താൻ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ പല ആചാര്യന്മാരും നയിച്ചിട്ടുള്ളത്. നിന്നെ കൊന്നുകളയും, നീ ഈ വഴിയിലൂടെ പോയില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പേടിച്ച് അനുയായികൾ എന്ത് ചെയ്യുന്നു? ആ ആചാര്യൻ പറയുന്ന വഴിയിലൂടെ നടക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ഇതിനെയല്ല ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ തന്റെ മേധാശക്തി, ആ മേധാശക്തി സ്വസാന്നിധ്യം കൊണ്ട് സമൂഹത്തെ അപ്രകാരം സഞ്ചരിപ്പിക്കുന്നു. വേറെ യാതൊന്നും ചെയ്തില്ല. സ്വസാന്നിധ്യം കൊണ്ട് ഒരു സമൂഹത്തെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ സഞ്ചരിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഈശിത്വം എന്ന് പറയുന്നത്. ആ ഈശിത്വം ഈശ്വര സിദ്ധ പുരുഷന്മാരിൽ മാത്രമേ ഉണ്ടാകൂ. ഈ അണിമാതി സിദ്ധിയിൽ ഒരു സിദ്ധിയാണ് ഈശിത്വം. നമ്മുടെ കേരളം നോക്കൂ. കേരളത്തിൽ ഗുരുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നവോത്ഥാനത്തെ നമുക്ക് കാണിക്കാൻ സാധിക്കും? സ്വാമി തൃപ്പാദങ്ങളിൽ നിന്ന് പ്രേരിതമായിട്ടാണ് ഓരോ സമുദായ നേതാക്കളും അവരവരുടെ സമുദായത്തിൽ നവോത്ഥാനം കൊണ്ടുവന്നത്. ഇപ്പൊ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുന്നതിന്റെ ആകെ തുക എന്താണ്? കേരളത്തിലെ നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമുദായവും സ്വന്തം നിലയ്ക്ക് നവോത്ഥാനത്തിലേക്ക് ഉയർന്നു. ഒരു സമുദായത്തിനും തങ്ങളൊരു കുറഞ്ഞവരാണെന്നുള്ള തോന്നലില്ല. മീൻസ് ആ ഒരു കാറ്റഗറി നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത് പോലെ തങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്, തങ്ങൾ വേറെ ഏതെങ്കിലും വിഭാഗത്തിന്റെ അടിമകളാണ് എന്നുള്ള ഒരു സങ്കല്പവും ഒരു സമുദായത്തിനും ഇന്നില്ല. എന്തുകൊണ്ട്? കാരണം എല്ലാ സമുദായവും അവരുടെ പൂർവികമായിരിക്കുന്ന ആചാര്യന്മാരുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിലൂടെ നവോത്ഥാനത്തിലേക്ക് ഉയർന്ന സമുദായമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. ഇതിനെല്ലാം ഹേതുവായത് ഗുരുവാണ്. ഗുരുവിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് NSS ആകട്ടെ, അതേപോലെ യോഗക്ഷേമ സഭയാകട്ടെ, APMS ആകട്ടെ, ഏത് പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, അവരെല്ലാം തന്നെ ഗുരുവിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ സമുദായത്തെ നവോത്ഥാനത്തിലേക്ക് ഉയർത്തിയത്. അപ്പോൾ കേരളത്തെ, ഒരു സംസ്ഥാനത്ത്, ഒരു പ്രദേശത്തെ മുഴുവനും താൻ ഉദ്ദേശിക്കുന്ന തൻ്റെ ആ ഒരു ചിന്താധാരയിലേക്ക് നയിക്കാൻ ഗുരുവിന് കഴിഞ്ഞത് ഗുരുവിന് നിഹിതമായിരിക്കുന്ന ആ ഈശ്വരീയ സിദ്ധിയായ ഈശിത്വം കൊണ്ടാണ്. അതേപോലെ വശിത്വം എന്ന് പറയുമ്പോൾ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും, പ്രതികൂലികളെ പോലും, ഏറ്റവും പ്രതികൂലമായി തന്നെ എതിർക്കുന്ന വ്യക്തികളെ പോലും തന്റെ ചിന്താധാരയിലേക്കും തന്റെ വ്യക്തിത്വത്തിലേക്കും സ്വാധീനിക്കുവാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, ഗുരുവിനോട് സംവദിക്കാൻ വന്ന പലരും ഗുരുവിന്റെ ശിഷ്യന്മാരായി തീരുന്ന വലിയ അത്ഭുതകരമായ കാര്യം.
ബോധാനന്ദ സ്വാമികൾ, സത്യവ്രത സ്വാമികൾ. ബോധാനന്ദ സ്വാമികൾ തലശ്ശേരിയിൽ വന്നത് ഗുരുവിന്റെ ശിഷ്യനാകാനല്ല, മറിച്ച് ഗുരുദേവൻ അവിടെ പ്രതിഷ്ഠാകർമ്മം ചെയ്യുന്നു. ആ പ്രതിഷ്ഠയെ വെല്ലുവിളിക്കാനും ഗുരുവിന്റെ മാർഗത്തെ തെറ്റാണെന്ന് സ്ഥാപിക്കാനും വേണ്ടി വന്ന ബോധാനന്ദ സ്വാമികൾ ഗുരുവിന്റെ ദർശന മാത്രയിൽ തന്നെ എന്ത് സംഭവിച്ചു? പൂർണ്ണമായിട്ടും ഗുരുവിന്റെ ശിഷ്യനായിട്ട് മാറി. ഗുരു വല്ലതും പറഞ്ഞു? തീക്ഷ്ണമായ കുറെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ബോധാനന്ദ സ്വാമികള് പരാജയപ്പെട്ട് കീഴ്പ്പെട്ടതാണോ? ഒരിക്കലുമല്ലല്ലോ. ഗുരുദേവൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ആ ദിവ്യമായ സാന്നിധ്യം കൊണ്ട് പരിപൂർണമായും തന്റെ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കാം. നമുക്ക് പലതിനെയും ഉപേക്ഷിക്കാൻ സാധിക്കും. പക്ഷെ നാം വിശ്വസിക്കുന്ന വിശ്വാസത്തെ മാറ്റിവെക്കണമെങ്കിൽ അതിന് ചില്ലറമായിരിക്കുന്ന സമർപ്പണ ഭാവം മാത്രം പോരാ. അഹമിത്യാജ്യം ജുഹോമി എന്ന് പറയുന്നു ഹോമമന്ത്രത്തിൽ. അഹമിത്യാജ്യം ജുഹോമി എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് സമർപ്പിക്കാൻ കഴിയും ഭഗവാന്. നമ്മുടെ കയ്യിലുള്ള 1000 രൂപയിൽ നിന്നൊരു 100 രൂപ കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 1 ഏക്കറിൽ നിന്ന് 10 സെന്റ് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ പലതും കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമുക്ക് നമ്മെ കൊടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഒരാൾ വന്നു, ഒരു സന്യാസി വന്നു നിങ്ങളുടെ അടുത്ത് പറയാണ്, അയ്യോ അമ്മേ, എന്റെ ആശ്രമത്തിന് ഒരു പുതുതായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുക, എന്തെങ്കിലും സംഭാവന തരണം. നമ്മൾ കൊടുക്കും, ഒരു സംഭാവന കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം കൊടുക്കും, മറ്റെന്തെങ്കിലും ദ്രവ്യം കൊടുക്കും. ആ സന്യാസി ആവശ്യപ്പെടുകയാണ്, അമ്മേ, അമ്മ തന്നെ പരിപൂർണമായിട്ടും ഇനി ആ ആശ്രമത്തിലേക്ക് വന്ന് ആ ആശ്രമത്തിലെ കാര്യങ്ങൾ നോക്കി അമ്മയുടെ ജീവിതം പൂർണ്ണമായിട്ടും ഗുരുവിന് വേണ്ടി സമർപ്പിക്കാം എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേര് കൊടുക്കും? കൊടുക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അഹമിത്യാജ്യം ജുഹോമി. അഹമാകുന്ന ആ നെയ്യ് അത് ഹോമത്തിലേക്ക് സമർപ്പിക്കാന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമാണ്. ഇവിടെ ബോധാനന്ദ സ്വാമികൾ ഗുരുവാകുന്ന അഗ്നിയിലേക്ക് അഹമാകുന്ന ആജ്യം അവർ ഒഴിച്ചു കൊടുത്തു. ദർശന മാത്രമേ. അതുകൊണ്ട് മുന്നോട്ട് പറയുന്നുണ്ട്, ദർശന മാത്ര ഭഗവത് ധ്യാനം എന്ന് ഗുരുവിന്റെ പുഷ്പാഞ്ജലി മുന്നോട്ട് പറയുന്നു. ആ ദർശന മാത്രം കൊണ്ട് ഒരു വ്യക്തിയിൽ ഈശ്വരീയമായ വാസനയെ, സമർപ്പണ ഭാവത്തെ ഉണർത്തിക്കുവാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നു. അതെന്തുകൊണ്ട് കഴിഞ്ഞു? അത് ഗുരുവിൽ നിഹിതമായിരിക്കുന്ന വശിത്വം എന്ന് പറയുന്ന അഷ്ടസിദ്ധികളിൽ ഒന്നായ സിദ്ധി ഉള്ളത് കൊണ്ട്. സത്യവ്രത സ്വാമികൾ, നമുക്ക് സത്യവ്രത സ്വാമികളുടെ ഉള്ളിൽ എത്രമാത്രം ജാതി ചിന്ത ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. പൂർവാശ്രമത്തിൽ അത്രയ്ക്കും ഞാനൊരു വലിയൊരു ഉന്നത കുലജാതനാണെന്നുള്ള ദൃഢമായ ഭാവം ഉറച്ച വ്യക്തി ഗുരുവിന്റെ ദർശന മാത്രയിൽ പരിപൂർണമായിട്ട് പരിവർത്തനപ്പെടുകയാണ്. ചെറിയ മാറ്റമല്ല, സമൂലമായ മാറ്റം. ഒരു വ്യക്തിക്ക് ചിന്തിക്കാനും കഴിയില്ല. അങ്ങനെ ലോകത്തെ മുഴുവനും ഇപ്പോ ആലുവയിലുള്ള വേലു, ആ വേലു എന്ന് പറയുന്ന ഒരിക്കലും ആ നാടിനെ അടക്കി ഭരിച്ചിരുന്ന ഒരു ചട്ടമ്പി ആയിരിക്കുന്ന വ്യക്തി ഗുരുവിന്റെ സാന്നിധ്യം കൊണ്ട് ഒരു മഹർഷിയെ പോലെ, ഒരു സിദ്ധനെ പോലെ പരിവർത്തനപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് വശിത്വം എന്ന് പറയുന്ന ആ സിദ്ധി ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ അഷ്ടൈശ്വര്യ സിദ്ധികൾ സ്വാമി തൃപ്പാദങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? സ്വാമി തൃപ്പാദങ്ങൾ ഈശ്വരൻ തന്നെ ആയതുകൊണ്ട്. ഈ രീതിയിൽ ഗുരുവിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാമി തൃപ്പാദങ്ങളുടെ സ്വരൂപം ഈശ്വരീയമാണെന്ന് നമ്മുടെ മനസ്സിൽ 100% വരും. അങ്ങനെ ഉറക്കാനുള്ള ഒരു മന്ത്രമാണ് എന്ത്? ഓം മനുഷ്യ വിഗ്രഹായ നമഃ. അങ്ങനെ സ്വാമി തൃപ്പാദങ്ങളുടെ സശരീര കാലത്തിന് ശേഷം നമ്മുടെ ആരാധനകളെ നമുക്ക് ഗുരുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ആ തിരുശരീരത്തെ സ്മരിച്ചുകൊണ്ട് ഗുരുവിന്റെ മൂർത്ത വിഗ്രഹങ്ങളെ നമ്മൾ ഉണ്ടാക്കി. ആ മൂർത്ത വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഗുരുമന്ദിരങ്ങളിൽ, ഗുരുക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നു. അവിടെ പുഷ്പാഞ്ജലി, അർച്ചനകൾ, ആരാധനകൾ എല്ലാം നമ്മൾ സമർപ്പിക്കുന്നു. അതിന് അതേ ഫലം ഉണ്ടാകും. അങ്ങനെയാണോ സ്വാമി തിരുപ്പാദങ്ങളുടെ തിരുശരീരം സശരീര കാലഘട്ടത്തില് അതേ ഫലം തന്നെ ഗുരുവിന്റെ തിരുവിഗ്രഹത്തെ, ഇപ്പോഴുള്ള പഞ്ചലോഹാവി തിരുവിഗ്രഹത്തെ ആരാധിച്ചാൽ നമുക്ക് അതേ ഫലം വന്നു ചെയ്യും. കാരണം എന്താണ്? അവതാര പുരുഷന്മാര് ഒരു ഭക്തന്റെ മനോകാമനയെ, ഒരു ഭക്തന്റെ അഭീഷ്ടങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ആ ഭക്തൻ ആരാധിക്കുന്ന വിഗ്രഹത്തിലേക്ക് വീണ്ടും അവതരിക്കുന്നു. അങ്ങനെയുണ്ട്. കാരണം ഈശ്വരന്റെ അവതാരം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈശ്വരന്റെ അവതാരം. തന്നെ ആരാധിക്കുന്ന ഒരു ഭക്തനെ സന്തോഷിപ്പിക്കാൻ, ആ ഭക്തന്റെ അഭീഷ്ടങ്ങളെ പൂർത്തീകരിക്കാൻ ആ ഭക്തൻ ഉപാസിക്കുന്ന ദേവതാ വിഗ്രഹത്തിലും ഭഗവത് സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് കേവലം പഞ്ചലോഹമാണ്, കേവലം കല്ലാണ് എന്നൊന്നും ഒരിക്കലും കരുതരുത്. വിളിച്ചാൽ വിളിപ്പുറത്തുള്ള പ്രത്യക്ഷ ദൈവമാണ് എന്റെ മുമ്പിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തി എന്ന് കരുതണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ ചെറിയ, വളരെ കുഞ്ഞായിരിക്കുന്ന ഗുരുവിന്റെ ഒരു പഞ്ചലോഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് മനോഹരമായ പീഠത്തിൽ ഒരു പട്ടൊക്കെ വിരിച്ച് ആ വിഗ്രഹത്തെ നമ്മൾ പ്രതിഷ്ഠിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂജാമുറിയിലോ മറ്റോ
ഗുരുവിന്റെ ഫോട്ടോ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഗുരുവിന്റെ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് അർച്ചനാദി പൂജയിലൂടെ അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ വലിയ അതിശയകരമായ ഫലം ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു ശാഖ, ആ ശാഖയുടെ ഭാരവാഹികൾ നമ്മൾ വിളിച്ചു ബന്ധപ്പെട്ടു. ഇപ്പൊ ചില ആശയങ്ങൾ പങ്കുവെച്ചു. ആ ശാഖയുടെ കീഴിലുള്ള എല്ലാ ഗുരുഭക്തരുടെ ഭവനങ്ങളിലും, നമുക്കറിയാം ശ്രീനാരായണ സമൂഹത്തിന് എല്ലാ ഭവനങ്ങളിലും ഗുരുവിന്റെ ചിത്രമുണ്ടാകും, നമ്മൾ വെക്കാറുണ്ട്. പക്ഷേ ഇത് എല്ലാ ഭവനങ്ങളിലും ഗുരുവിന്റെ ഒരു പഞ്ചലോഹ പ്രതിമ, വലിയ പ്രതിമയില്ല, വളരെ കുഞ്ഞായിരിക്കുന്ന ഒരു കൊച്ചു പ്രതിമ, ആ പ്രതിമ, ആ വിഗ്രഹം എന്ത് ഒരു പലക ഉണ്ടാക്കി, ആ പലകം പീഠമായി സങ്കല്പിച്ച് അതിനൊരു പട്ട് പിടിച്ച് ആ വിഗ്രഹം വെച്ച് അത് ഭവ്യമായ സ്ഥലത്ത് വീട്ടിൽ വെച്ച് നിത്യവും പൂജ ആരാധനകൾ ചെയ്യുന്ന രീതിയിൽ ഓരോ വീടും ഓരോ ഗുരുമന്ദിരമാകണം എന്ന സങ്കല്പത്തോടു കൂടി ഒരു പ്രവർത്തനത്തിന് ഒരു ശാഖ മുന്നിട്ടിറങ്ങുകയും നമ്മളുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. സമീപ ഭാവിയിൽ തന്നെ ആ ഗുരുഭക്തരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ കൊണ്ട് അവിടെയുള്ള എല്ലാ ഗുരുഭക്തരുടെ ഭവനങ്ങളിലും ഓരോ ഗുരു വിഗ്രഹം ഉണ്ടാകാൻ പോവുകയാണ്. കാരണം എന്താണ്? ഗുരു വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ തിരു അവതാരം തന്നെയാണ്. ആ വിഗ്രഹത്തിൽ നമ്മുടെ മനോകാമനകളെ പൂർത്തീകരിക്കാൻ ഭഗവാൻ അവതരിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കഥകളും സംഭവങ്ങളും അതിന്റെ കൂടുതൽ റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ഗുരുവിന്റെ ശിഷ്യന്മാർ എഴുതിയ ജീവചരിത്ര കൃതികളെ അനുസന്ധാനം ചെയ്യാവുന്നതാണ്. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരുവാർപ്പണമസ്തു.